ഇപ്പൊ പലരും പറയുന്നുണ്ട് ഭയങ്കര ക്രിഞ്ച് സീനുകളുണ്ട്, അല്ലെങ്കിൽ പണ്ട് നമ്മൾ കണ്ടതുണ്ട് എന്നൊക്കെ. പുറത്തിറങ്ങിയ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളിലും ഒന്നിനൊന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ മുന്നിലേക്ക് നമ്മളെ ഓരോ ദിവസവും അതിശയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ബാബുരാജ് ചേട്ടന് എങ്ങനെയാണെങ്കിൽ ഒരു മാറ്റം സംഭവിച്ചത്. അതായത് നേരത്തെ കുറച്ച് കോമഡിയൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ കോമഡിയിൽ നിന്ന് ഇപ്പൊ കുറച്ച് സീരിയസ് ക്യാരക്ടറുകളിലേക്ക് വന്നു. ആ മുഖത്തൊക്കെ വിരിയുന്ന ഓരോ ഭാവങ്ങളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. ഈ സിനിമയിലും അതുപോലെ റേച്ചൽ മൂവിയിലും എല്ലാം തന്നെ ആ ഒരു ഭാവങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട്. വല്ല ആക്ടിംഗ് ക്ലാസ്സിന് പോയിരുന്നോ? ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു 35 വർഷമായി സിനിമയിൽ. ഇനിയിപ്പോൾ ആക്ടിങ് ക്ലാസ്സിൽ പോകേണ്ട ഇതിനേക്കാൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട് പല ഇതായിട്ട്. പിന്നെ നമുക്ക് ഓരോ വേഷങ്ങൾ കിട്ടുമ്പോഴല്ലേ നമ്മളതൊക്കെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. നമുക്കൊരു അവസരങ്ങളാണല്ലോ. ഇപ്പോൾ ഓരോരുത്തരെയും നമ്മൾ കാണുമ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ അവർക്ക് കിട്ടുന്ന വേഷങ്ങൾ, അതുപോലെ തന്നെ ആ സിനിമ ഓടുമ്പോഴൊക്കെയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നന്നായിട്ടുണ്ടെന്ന് പറയുള്ളൂ. പിന്നെ ഇപ്പം ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എന്താ പറയുക, ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സിനിമ ആയതുകൊണ്ട് ഇപ്പം പലരും പറയുന്നുണ്ട് ഭയങ്കര ക്രിഞ്ച് സീനുകളുണ്ട്, അല്ലെങ്കിൽ പണ്ട് നമ്മൾ കണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നതിൽ, പക്ഷെ നമുക്ക് പറയാവുന്ന കാര്യം കഥകളും സിറ്റുവേഷൻസ് എല്ലാം ഇവിടെ ഒന്നും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളൊരു പഴയ കഥ പറയുമ്പോൾ ആ പഴയ കാര്യങ്ങൾ തന്നെയല്ലേ പറയേണ്ടത്, അല്ലാണ്ട് അതിന് പുതിയ രീതിയിലൊന്നും. പിന്നെ ഈ പറയുന്ന പോലെ തിരക്കഥയിലോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ പോലും അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയണം. അപ്പൊ ഇതിനെ കുറിച്ച് മോശമായിട്ട് പറയുന്ന കുറെ കമന്റുകൾ ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. വളരെ ക്രിഞ്ച് സീനുകളാണ്, അല്ലെങ്കിൽ മലങ്കൾട്ടാണ് എന്നൊക്കെ പറയുന്നിടത്ത് ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കഥയെ ആസ്പദമാക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. പക്ഷെ ആ സിനിമ റിലീസ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ വളരെയധികം എഫർട്ട് എടുത്തിട്ടുള്ള നല്ല ഫൈറ്റ് സീനുകളുണ്ട്. അതിപ്പോ ഇതിനെ ആക്ഷേപിക്കുന്നവർ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു കയ്യടി കിട്ടേണ്ട കാര്യം. കാരണം വളരെ ഫൈറ്റിനെ കുറിച്ച് ആരും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ പല ഈ പറയുന്ന പല ആൾക്കാരുടെയും എല്ലാം കേട്ടതാണ്. അപ്പൊ അതിന് അത്ര എഫർട്ട് ഉണ്ട്. ഞാൻ ഇതിന്റെ ഒരു ആരംഭഘട്ടത്തിൽ പറഞ്ഞ കാരണം പണ്ടെല്ലാം നമ്മൾ ഈ പറയുന്ന, ഞാൻ 93 സിനിമയിൽ വന്ന ആളാണ്. അന്നൊക്കെ അത് മുതൽ 2000 വരെയുള്ള സിനിമകളിലൊക്കെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തൊരു കാര്യമാണ്. കാരണം ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഡയറക്ടർ പോലും ഫൈറ്റ് മാസ്റ്റർ ഏൽപ്പിച്ചിട്ട് പോകുന്നൊരു കാലഘട്ടമായിരുന്നു. അവിടുന്ന് മാറിയിട്ട് ഇപ്പോൾ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് സിനിമയുടെ എന്താ നെടുന്തൂൺ എന്നൊക്കെ പറയുന്ന ഒരു ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റൊമാൻറ്റിഫിക്കേഷൻ. പക്ഷെ അപ്പൊ നമുക്ക് പ്രായം നമുക്ക് ഒരു അനുകൂല ഘടകമല്ലല്ലോ എന്നൊക്കെ നമ്മളിപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുന്നു. എങ്കിലും അതിനുള്ള എഫർട്ട് ഇപ്പൊ ഞാൻ ഈ അടുത്തിടയ്ക്ക് ചെയ്ത പല സിനിമ, പള്ളിച്ചട്ടമ്പി പോലുള്ള സിനിമകളിലൊക്കെ അവരതിനകത്തുന്ന എഫർട്ടുകൾ 140 ദിവസം ഷൂട്ടിങ്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ദൈവമേ, നമ്മുടെയൊക്കെ ഒരു ചെറിയ സമയത്ത് ഇതിനുള്ളൊരു അവസരം ഉണ്ടായില്ലല്ലോ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിച്ചു പോകും. എന്തായാലും ഈ സിനിമയ്ക്ക് എടുത്തിരിക്കുന്ന എഫർട്ട്, അതിന്റെ പ്രൊഡ്യൂസർ, അതിന്റെ ഡയറക്ടർ, അത് നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാൻ സാധിക്കുന്ന കാര്യമല്ല. പ്രത്യേകിച്ചും 10-11 ഫൈറ്റുള്ള ഒരു സിനിമ, അത് നല്ല രീതിയിൽ പോകുന്നു. 140 തിയേറ്ററിൽ പോകുന്നു, ഇനിയും തിയേറ്ററുകളിൽ അത് ഓടുന്നു എന്നൊക്കെ പറയുന്നത് ഒരാഴ്ച കഴിയുമ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഓരോ സിനിമയും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അല്ലെ? ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 37 വർഷത്തെ ഈ ഒരു സിനിമാ ജീവിതത്തിൽ ഓരോ സിനിമയും ഓരോ പഠനങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പൊങ്കാല സിനിമ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിച്ചത്? തീർച്ചയായിട്ടും നമ്മളിപ്പോ ഒരു സിനിമയിൽ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ കൂടെയൊക്കെ നമ്മൾ, ഇപ്പൊ എന്റെ ഫ്രണ്ടിന്റെ മകനാണ് ഇരിക്കുന്നത് ഈ കിച്ചു ടെല്ലസ്. അപ്പൊ ആ പിള്ളേരുടെ ഒക്കെ അവരുടെ മനസ്സിൽ, അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സൂര്യ, ഇവരൊക്കെ ആയാലും അപ്പോൾ അവരുടെ കൂടെ ചെയ്യുമ്പോഴാണല്ലോ, അവരുടെ കൂടെ അഭിനയിക്കുമ്പോഴാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്ന സിനിമയല്ല ഇവര് കാണുന്നത്. കാരണം ഇവര് ജനിച്ച് വീണത് ഈ മൊബൈൽ വേൾഡിലേക്കാണല്ലേ. ഇപ്പൊ എല്ലാവരും സ്വന്തമായിട്ട് ഗംഭീരമായിട്ട് 4K സ്വന്തമായിട്ട് സിനിമ എടുത്തോണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ പിള്ളേര്. കൊച്ചുകുട്ടികൾ പോലും ഇപ്പൊ നമ്മൾ ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാല്, പണ്ടൊക്കെ നമ്മൾ കുട്ടികളെ 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികളെ കളിപ്പാട്ടം കൊണ്ടാണ് കളിച്ചിരുന്നെങ്കിൽ ഇന്ന് മൊബൈൽ കൊണ്ടാണ് ആ പിള്ളേർ കളിക്കുന്നത്. അപ്പന്മാരും അവർ മൊബൈലാണ് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേര് ആസ്വദിക്കുകയാണ്. അപ്പൊ അങ്ങനെ മാറിപ്പോയി. അപ്പൊ അവരെ ഒന്നും ഒരിക്കലും നമുക്ക് സിനിമ പഠിപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവരെ കൂടെ ചെയ്യുമ്പോൾ സിനിമയെ നമ്മൾ ഇവരിങ്ങനെയാണല്ലോ കണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും.
കാരണം പണ്ടെല്ലാം നമുക്കറിയാം, പണ്ടത്തെ സിനിമകളിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആദ്യം ഒരു സ്പൂൺ ഫീഡിങ് ഉണ്ടാവും. ഇത് അപ്പൻ, ഇത് അമ്മ, ഇത് കുട്ടികൾ, ഇത് അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് ഒരു നോട്ടത്തിൽ കൂടി പോലും ആ വീട്ടിൽ ഇന്ന ആളാണെന്ന് മനസ്സിലാക്കും. കാരണം ഞാൻ അങ്ങനെ ഒരു ബ്രില്യൻസ് കണ്ടത് ജോജി എന്ന് പറഞ്ഞ പടത്തില്. ആ പടത്തിൽ ഞാൻ ഒരിക്കലും എൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നവൻ എൻ്റെ മകൻ ഒരു സീക്വൻസ് പോലും ഇല്ല. പക്ഷെ ആൾക്കാർക്ക് അത് ആദ്യമേ തന്നെ മനസ്സിലായത് ഇത് ഇയാളുടെ മകനാണ്. അങ്ങനെ അതായത് ആ ഒരു സ്ക്രിപ്റ്റിന്റെ ബ്രില്യൻസ് കൊണ്ടും ഡയറക്ടറുടെ ബ്രില്യൻസ് കൊണ്ടും ഒക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഇത്രയും അക്സെപ്റ്റൻസ് ഉള്ളത്. നമ്മൾ മറ്റുള്ളൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞാനിപ്പോ ഈ അടുത്തിടയ്ക്ക് ഒരു കന്നഡ പടമൊക്കെ കണ്ടുമ്പോൾ നമ്മളെയൊക്കെ അവർ കാണുന്നത് വലിയ ആർട്ടിസ്റ്റുകളായിട്ടാണ്. നമ്മൾ പറയുന്ന സജഷൻസും അവർ സ്വീകരിക്കുന്നത് നമ്മുടെ സിനിമകൾക്ക് അത്രയും വലിയ വൈഡ് അക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ടാണ്. അതെല്ലാം നമ്മുടെ മലയാള സിനിമയ്ക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ തിയേറ്ററുകൾ കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് ഈ ഞാൻ പല സമയത്തും പറഞ്ഞു, ഞാനൊക്കെ ചെന്നൈയിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് ഞാനൊക്കെ പണ്ട് ചിന്തിച്ചിട്ടുണ്ട്, ദൈവം എന്നാണ് നമ്മുടെ സിനിമകളൊക്കെ ഇതുപോലുള്ള തിയേറ്ററിൽ കളിക്കുന്നത്, ഈ ഉദയം കോംപ്ലക്സിലൊക്കെ. അപ്പോൾ ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ നമ്മുടെ സിനിമകൾ പോലും, ഇപ്പൊ നമ്മുടെ പൊങ്കാല പോലും അവിടെ നല്ല തിയേറ്ററിൽ കളിക്കുമ്പോൾ നമുക്ക് അതൊരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആത്മാഭിമാനം കൊള്ളാം, അഹങ്കരിക്കാം. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇനിയും നമുക്ക് വിശേഷങ്ങളൊക്കെ കേൾക്കാം. അപ്പോൾ നമുക്കിനി നമ്മുടെ അടുത്ത ഗ്രൂപ്പ്